നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ബംഗളൂരു കുന്തലഹള്ളിയിലെ പ്രമുഖ റെസ്റ്റോറന്റിലുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു ആണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. അന്വേഷണം തുടരുകയാണ്. ഒരാൾ കഫേക്കുള്ളിൽ സ്ഫോടക വസ്തു അടങ്ങിയ ബാഗ് ഒളിപ്പിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് CCTV ദൃശ്യം ലഭിച്ചെന്നും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. പ്രതിക്ക് ഏകദേശം 28-നും 30-നും ഇടയിൽ പ്രായമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിലെ കുണ്ടലഹള്ളിയിലെ രാമേശ്വരം കഫേയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ 9 പേർ ബ്രൂക്ക്ഫീൽഡ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തതായി കർണാടക പോലീസ് മേധാവി ആലോക് മോഹൻ പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനമാണോ എന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. അന്വേഷണം തുടരുകയാണ്. വലിയ സ്ഫോടനമല്ല ഉണ്ടായത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റെസ്റ്റോറന്റിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ തീവ്രവാദ വിരുദ്ധ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആക്ട്, സ്ഫോടക വസ്തു നിയമം എന്നിവ പ്രകാരമാണ് പോലീസ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ ദേശീയ അന്വേഷണ ഏജൻസി, ബോംബ് സ്ക്വാഡ്, ഫോറൻസിക് ലബോറട്ടറി എന്നിവയുടെ ഒരു സംഘം കഫേയിലെത്തി പരിശോധന നടത്തി. റെസ്റ്റോറന്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. സ്ഫോടനത്തിന് മുൻപ് ഒരാൾ ബാഗുമായി കഫേയിലെത്തുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. സ്ഫോടനം ഉണ്ടായതിനു പിന്നാലെ ആളുകളും ജീവനക്കാരും ഓടിപ്പോകുന്നതും കാണാം. സ്ഫോടനം നടന്നയുടൻ പോലീസ്, ഫയർഫോഴ്സ്, ഫോറൻസിക്, ബോംബ് സ്ക്വാഡ് സംഘങ്ങൾ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. അന്വേഷണം തുടരുന്നതിനാൽ പ്രദേശം പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ബംഗളൂരു കഫേ സ്ഫോടനം അന്വേഷണത്തിന് NIA-യും IB-യും ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. ബോംബ് പൊട്ടിക്കാൻ ഉപയോഗിച്ച ടൈമറിന്റെ അവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ശുചിമുറിക്ക് സമീപം ഉപേക്ഷിച്ച ബാഗിലെ ടിഫിൻ കാരിയറിലായിരുന്നു സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നത്. അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ശക്തി കുറഞ്ഞ IED ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഡീസൽ ഉപയോഗിച്ചാണോ പ്രവർത്തിപ്പിച്ചത് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്ന ശേഷമേ വ്യക്തമാകൂ. അതേസമയം ബംഗളൂരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളുമായി നാളെ ചർച്ച നടത്തും.